ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കോൺസ്പിറേഷൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് പീതാംബരൻ പറഞ്ഞൊരു ക്യാരക്ടർ വന്നിരിക്കുകയാണല്ലേ. ആ ഒരു പീതാംബരൻ സഞ്ജയ് ഗോപാൽജിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ സോഫയിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ സഞ്ജയ് വന്നിട്ട് അയാളുടെ എന്താണ് കോളറിലൊക്കെ പിടിച്ചിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് പറയണേ. അപ്പോൾ ഗിരിക്ക് എന്തായാലും ഒരാളിനെ കൊല്ലാനുള്ള ഒരു ധൈര്യമൊന്നും ഇല്ല. എൻ്റെ കയ്യിലുള്ള സത്യങ്ങളെല്ലാം വെളിയിലേക്ക് വന്നു പറഞ്ഞാൽ അത് ആരാണ് ചെയ്തത് എന്നൊക്കെ എല്ലാവർക്കും അറിയും പറഞ്ഞിട്ട് പറയണേ. അത് കേൾക്കുമ്പോൾ ചാച്ചുവിൻ്റെയും സഞ്ജയിൻ്റെ ഒക്കെ മുഖം അങ്ങോട്ട് മാറുകയാണ്. എനിക്ക് തോന്നുന്നത് മഞ്ജുവിൻ്റെ അച്ഛനെ കൊന്നത് സഞ്ജയ് ആണ് തോന്നുന്നു കേട്ടോ. കാരണം ആ സത്യങ്ങൾ വെളിയിലേക്ക് വന്നു പറഞ്ഞാൽ മാധവന്റെ കൊലക്കേസ് തന്നെ ആയിരിക്കും. ആ സത്യങ്ങൾ വെളിയിലേക്ക് വന്നു പറഞ്ഞാൽ എല്ലാം പൊളിയെന്ന് പറയുമ്പോൾ സഞ്ജയിൻ്റെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗിരിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്, ഇങ്ങനെ പീതാംബരൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് പറയണം. എന്നിട്ട് അവർ സഞ്ജയും ചാച്ചും ഗിരിയും കൂടി സംസാരിക്കണം. ചാച്ചു പറയും, എനിക്ക് തോന്നണില്ല അയാൾ ഇനിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ വാങ്ങിക്കൊണ്ടേ ഇരിക്കും പറഞ്ഞിട്ട് പറയണേ. അതൊക്കെ ശരി തന്നെയാണ്. സഞ്ജയ് ഗിരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നത്. അന്ന് മാധവന്റെ കേസ് ആരും അറിയാണ്ട് ഇതാക്കിയതാണെങ്കിൽ പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം അയാൾ പൈസ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗിരി പറയും, ഞാൻ മാറിയിട്ടിരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സഞ്ജയ് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല പറഞ്ഞിട്ട് പറയണം. പിന്നെ പറഞ്ഞു, ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വെളിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോയി കിടക്കണം, അത്രയേ ഉള്ളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിലേ പറഞ്ഞിട്ട് പറയണം കേട്ടോ. എന്തൊക്കെയോ എന്തായാലും ദുരൂഹതയുണ്ട്. എന്തായാലും വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ എന്തായാലും മാധവനെ ആരാ കൊന്നെന്നൊക്കെ അറിയും കേട്ടോ. പിന്നെ കാണിക്കുന്ന സീന് വന്നിട്ട് നമ്മുടെ മഞ്ജു റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഗിരി വെളിയിൽ നിൽക്കുക കേട്ടോ. ഡോർ അടിച്ചിട്ട് അവർ എന്തൊക്കെയോ സംസാരിക്കും. നമ്മളിങ്ങനെ സ്നേഹിക്കാൻ നിൽക്കുമ്പോഴേക്കും ഓരോ പ്രശ്നങ്ങളായിട്ട് വരികയാണല്ലേ മഞ്ജു, എന്താ ചെയ്യുക പറഞ്ഞിട്ട് അവർ രണ്ടാളും അപ്പുറത്തിപ്പുറത്ത് നിന്ന് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.